guys, welcome to my channel Living the American Dream. പക്ഷേ ഇന്ന് നമ്മൾ കാനഡയിലാണ്, അതുകൊണ്ട് ഇന്ന് we gonna live the Canadian dream. അപ്പോൾ നമ്മളുള്ളത് കാനഡ സൈഡിലെ നയഗ്ര ഫോൾസിലാണ്. അങ്ങ് അപ്പുറം കാണുന്നതാണ് നമ്മുടെ അമേരിക്കൻ സൈഡ്. അവിടെ നിന്ന് നമ്മൾ വണ്ടി എടുത്ത് ഇവിടം വരെ കാനഡയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നയഗ്ര ഫോൾസ് കാണാനും പിന്നെ അതിൻ്റെ ചുറ്റുവശത്തുള്ള കാര്യങ്ങൾ കാണാനും അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ സിസ്റ്ററിലും നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഡ്രോപ്പ് ചെയ്യണം. അപ്പോൾ ഇനി ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ കാനഡയിൽ വരാൻ പോവുകയാണ് അടുത്ത 2 കൊല്ലത്തിലേക്ക്. സോ ഇത് ആദ്യത്തെ എപ്പിസോഡാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി എല്ലാവരും നാട്ടിൽ നമ്മൾ കേട്ടിട്ടുണ്ടാകും നയഗ്ര ഫോൾസിനെ കുറിച്ച്. അപ്പം നിങ്ങൾക്ക് ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് പോയിട്ട് അടിച്ചു വിളിക്കാം. ലെറ്റ്സ് ഗോ. റൈറ്റ്? യെസ്. ഓക്കെ. Continue straight onto Queen Elizabeth Way. To Canada. ഈ ബ്രിഡ്ജ് ഇവിടെ നമ്മൾ എത്തിച്ചേരുന്നത് കാനഡയിലെ ഒണ്ടാരിയോ സ്റ്റേറ്റിലാണ്. ഇവിടെയാണ് കാനഡയ്ക്കുള്ള എൻട്രൻസും അതുപോലെ തന്നെ അവരുടെ ഇമിഗ്രേഷനും കസ്റ്റംസും എല്ലാം ഉള്ളത്. ബ്രിഡ്ജ് കിടക്കുമ്പോൾ കാനഡയെത്തി അമേരിക്കയിൽ നിന്ന് നമ്മൾ കാനഡയിലേക്ക്. Continue straight onto Queen Elizabeth Way. കാനഡയാണ്. കാനഡയിൽ കയറിയോടെ ഞങ്ങൾ പോയത് ഞങ്ങളുടെ ഹോട്ടലിലേക്കാണ്. അവിടെ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് വേണം ഇന്നത്തെ രാത്രി കറക്കങ്ങളെല്ലാം തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ റൂമാണിത്. നമ്മൾ സ്റ്റേ ചെയ്യുന്നത് ലിങ്കൺ എന്ന് പറയുന്ന സ്ഥലത്താണ്. നമ്മുടെ കാനഡയുടെ നയഗ്രയിൽ നിന്നും 1 hour മാറി നമ്മൾ സ്റ്റേ ചെയ്യുന്ന റമഡയിലാണ്. പക്ഷേ നാട്ടിലത്തെ റമഡയുടെ സെറ്റപ്പ് ഒന്നുമില്ല. പക്ഷേ നോക്കി, ഈ വ്യൂ ആണ് പൊന്നെ തകർപ്പൻ. നമ്മുടെ ലേക്ക് ഉണ്ടായവരുടെ വ്യൂ ആണ് ഈ കാണുന്നത്. ഇത് ലേക്കാണ്, പക്ഷേ ഒരു കടൽ പോലെയാണ്. എന്താ പറയുക, കണ്ണെത്താ ദൂരത്തോളം നീണ്ടു കിടക്കുന്ന ഒന്നാം തരം ലേക്ക്. സോ കിടക്കാച്ചി ലേക്ക്. തണുപ്പില്ലായിരുന്നെങ്കിൽ ലേക്കിലൊക്കെ പോയി ഒന്ന് നീരാടാമായിരുന്നു. സോ നമ്മുടെ ഹോട്ടൽ റൂമിൽ നിന്നുള്ള വ്യൂ ആണ് ഇപ്പോൾ കാണുന്നത്. Okay guys, let's go. ഹോട്ടലിൽ നിന്നിറങ്ങി ഞങ്ങൾ നയഗ്ര ഫോൾസിലേക്കാണ് പോയത്. അവിടെ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. എങ്കിലും ഞങ്ങൾ ഇന്ന് ഈവനിങ്ങും ഞങ്ങൾ നൈറ്റും ഇവിടെ സ്പെൻഡ് ചെയ്യാനാണ് ഞങ്ങൾ പ്ലാൻ. ഇവിടെ ഒരു പള്ളിപ്പെരുന്നാളിനുള്ള ഒരു ആൾക്കാരുണ്ട്. കാരണം ഇത്ര തണുപ്പാണെങ്കിലും ഡിസംബർ ആണെങ്കിലും നിറച്ച ആൾക്കാരാണ്. ഇവിടെ കുറേ ഫെസ്റ്റീവൊക്കെ ആയതുകൊണ്ട് അതിൻ്റെ കുറേ ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. സോ മൊത്തം അലങ്കരിച്ച് നല്ല രസമാണ്. ഞാനൊരിക്കലും ഡിസംബറിൽ വന്നിട്ടില്ല. സോ ഇത് എനിക്കൊരു എക്സ്പീരിയൻസ് ആണ്. Say hi. Huh?
അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഐ ഹോപ്പ് റെസ്റ്റോറൻറ്റ്സ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലാണ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്ന് നമ്മൾ ഈ പല പല എന്താ പറയുക നാട്ടിൽ തട്ടുകടയിലൊക്കെ പോയി ദോശയും ഊത്തപ്പമൊക്കെ കഴിക്കില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ അമേരിക്കക്കാർ ഈ ഇങ്ങനെയുള്ള ഐ ഹോപ്പ് എന്ന റെസ്റ്റോറൻറ്റ് വന്നിട്ടാണ് നമ്മൾ ഓർഡർ ചെയ്യുന്നത്. കാരണം നമ്മുടെ ഇവിടുത്തെ മസാല ദോശ ഊത്തപ്പമാണ് ഈ കാണുന്നത്, ഇതിൻ്റെ ഓംലേറ്റ് എന്ന് പറയും. പിന്നെ നമ്മുടെ നാട്ടിലെ ഉള്ളിവടക്കാണ് നമ്മൾ പറയുന്നത് ഇവിടെ ഹാഷ് ബ്രൗൺ എന്ന് പറയും. പിന്നെ പൊട്ടറ്റോ, ഓക്കെ, എന്നാൽ പൊട്ടറ്റോ പോലത്തെ സാധനങ്ങൾ. പിന്നെ ഉള്ളത് സ്ക്രാമ്പിൾഡ് എഗ്, നമ്മൾ മുട്ട പൊരിച്ച് കരുതില്ല, അതിനാണ് സ്ക്രാമ്പിൾഡ് എഗ്സ് പറയുന്നത്. പിന്നെ നമ്മുടെ ഉണക്കപ്പ്, നമ്മൾ അടിപൊളി എന്താ പറയുക, നമ്മുടെ ബ്രെഡ് ഉണക്കി പൊരിച്ചതിനാണ് നമ്മൾ ഫ്രഞ്ച് ടോസ്റ്റ് എന്ന് പറയും. ഭയങ്കര ഫ്രഞ്ച് ടോസ്റ്റ്. എന്താ കാരണം ഫ്രഞ്ചൊന്നുമില്ല, ജസ്റ്റ് ഒരു ബ്രെഡ് ഉണക്കി പൊരിച്ചതിനാണ് ഈ പറയുന്നത്. ഇത് ഫ്രഞ്ച് ടോസ്റ്റാണ് ഇത്. പിന്നെ നമ്മുടെ പാൻകേക്ക് തീർന്നു പോയി, വയറ്റിലായിപ്പോയി, അതുകൊണ്ട് പാൻകേക്ക് കഴിച്ചു തരാൻ പറ്റില്ല. നാട്ടിൽ നിന്നും ചേക്കേറിയ സഹോദരി, കനേഡിയയിൽ നിന്നും അമേരിക്കൻ തട്ടുകടകളിൽ നിന്ന് ഫുഡ് കഴിക്കുന്നതിൽ എന്താണ് അഭിപ്രായം പറയുന്നത്? എല്ലാം കഴിച്ചോ? എന്തൊക്കെ കഴിച്ചു? ഇതുവരെ കുട്ടിയുടെ ഫിംഗർ ആണോ അത്? നമ്മളൊരു ആംപ്ലേറ്റ് വാങ്ങിച്ചിട്ട് അതിന്റെ ഷേപ്പ് ഇങ്ങനെയാക്കി മതിയാക്കി. പിന്നെ ഉള്ളത് ഹാഷ് ബ്രൗൺ ഉണ്ട്, സ്ക്രാമ്പിൾഡ് എഗ്സ് ഉണ്ട്, പിന്നെ ഇവിടെ പാൻ കേക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ പാൻ കേക്ക് കാണിക്കാൻ പറ്റില്ല, പാൻ കേക്ക് തീർന്നു. പിന്നെ ഇവിടുത്തെ ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അതെ അൺലിമിറ്റഡ് കോഫിയാണ്. ഈ ജാറ് മൊത്തം നമുക്ക് കോഫി എന്നേക്കുമാണ്, നമുക്ക് എന്തോരം വേണമെങ്കിലും വയറ് വെച്ച് കഴിക്കാം. അവന് നമ്മൾ വന്നിരിക്കുന്നത് ഐ ഹോപ്പ് റെസ്റ്റോറൻറ്റ്സിലാണ്. സോ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ടൈമാണ്. ഇത്ര ദിവസമാണെങ്കിലും മൊത്തം കെച്ചപ്പ് നിറച്ച് അവൻ വയറ് വെച്ചുകൊണ്ടിരിക്കുക. ഇപ്പം ഇന്ന് കഴിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം എന്താണ്? ഹാഷ് ബ്രൗൺ. ഏറ്റവും ഇഷ്ടപ്പെടാത്ത സാധനം എന്താണ്? കുഞ്ഞു പിള്ളേരുടെ സോസേജാണ് ഇഷ്ടപ്പെട്ടത്. ഇന്നലത്തെ നൈറ്റിൽ കഴിഞ്ഞിട്ട് നമ്മൾ പിറ്റേ ദിവസം ഡെയിലി വന്നേക്കണതാണ്. കാരണം ഇന്നലെ വന്നപ്പോൾ ലേറ്റായിപ്പോയി, അതുകൊണ്ട് ഡേ ഷോട്ട് കാണിക്കാൻ വേണ്ടി നമ്മൾ ഡെയിലി വന്നതാണ്. അപ്പം ഇതാണ് നമ്മുടെ ഡെയിലി നൈഗറ.
അതെ